പാലാ നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നവീകരണം ഇനിയും നടപ്പായില്ല. സർക്കാർ പണം അനുവദിച്ചുവെങ്കിലും മഴ മൂലം പണികൾ അനിശ്ചിതത്വത്തിലായി പോവുകയായിരുന്നു. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്നു മുതൽ ഈ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കെ സിന്തറ്റിക് ട്രാക്കിന്റെ ശോച്യാവസ്ഥ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കോട്ടയം ജില്ലയിലെ തന്നെ ഏക സിന്തറ്റിക് ട്രാക്കാണ് പാലാ നഗരസഭാ സ്റ്റേഡിയത്തിലേത്. പലതവണയുണ്ടായ വെള്ളപ്പൊക്കമാണ് ട്രാക്ക് തകരാൻ ഇടയാക്കിയത്. ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ വൈകുകയും വിവിധ മത്സരങ്ങൾ തുടർച്ചയായി നടക്കുകയും ചെയ്തതോടെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നു. 100 മീറ്റർ മത്സരങ്ങളുടേതടക്കം ഫിനിഷിംഗ് ലൈനിനോട് ചേർന്ന ഭാഗം തകർന്ന നിലയിലാണ്. ഇവിടെയാണ് ഇന്നു മുതൽ 17 വരെ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കേണ്ടത്. നമ്മുടെ ഗവൺമെൻറ് സാങ്ഷനൊക്കെ കിട്ടിയതാണെങ്കിലും ഈ ട്രാക്ക് പുതുക്കി പണിയാത്തതിൻ്റെ ഒരു അപര്യാപ്തത നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടായി. 3 മാസം മുമ്പ് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടത്തിയിരുന്നു. കായിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 7 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടത്തുന്നത്. നിലവിൽ തകർന്നു കിടക്കുന്ന സിന്തറ്റിക് നീക്കം ചെയ്ത ശേഷം പുതിയത് സ്ഥാപിക്കുകയാണ് പ്രധാന ജോലി. എന്നാൽ മഴ മൂലം നവീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങി. ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിൽ തകർന്ന സിന്തറ്റിക് പൂർണ്ണമായും നീക്കിയ ശേഷം പുതിയത് സ്ഥാപിക്കേണ്ടി വരും. മഴ മൂലമാണ് പണികൾ തടസ്സപ്പെട്ടതെന്നും കായികമേളകൾക്ക് ശേഷം പണികൾ ആരംഭിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇവിടെ നടക്കാനിരിക്കെ മത്സരാർത്ഥികളും കായികാധ്യാപകരും ആശങ്കയിലാണ്. അമൃത ന്യൂസ്, കോട്ടയം.